ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് മോഡ്യൂളിലെ ഹാഫ് ആർഡർ ഫുൾ ആർഡർ എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് ലോജിക് സർക്യൂട്ടുകൾ, ഗേറ്റ്സുകൾ എന്താണ്, അതുപോലെ തന്നെ ട്രൂത്ത് ടേബിളുകൾ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മുടെ ഹാഫ് ആർഡർ ഫുൾ ആർഡർ. ഹാഫ് ആർഡർ എന്ന് പറഞ്ഞാൽ അതൊരു കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടാണ് വിത്ത് 2 ഇൻപുട്ട്സ് ആൻഡ് 2 ഔട്ട്പുട്ട്സ്. 2 ഇൻപുട്ടുകൾ കൊടുത്ത് 2 ഔട്ട്പുട്ടുകൾ കിട്ടുന്ന ഒരു കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടാണ്. കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് എന്ന് ഉദ്ദേശിച്ചത് നമുക്കതിനകത്ത് ഒന്നിലധികം ഗേറ്റ്സുകൾ ലോജിക് ഗേറ്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യും. The half order circuit is designed to add single bit binary numbers. 2 സിംഗിൾ ബിറ്റ് ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ് നമ്മുടെ ഹാഫ് ആർഡർ. ഇറ്റ് ഇസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഫോർ അഡീഷൻ ഓഫ് 2 സിംഗിൾ ബിറ്റ് നമ്പേഴ്സ്. 2 സിംഗിൾ ബിറ്റ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നതിനുള്ള ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് നമ്മുടെ ഹാഫ് ആർഡർ. ഇതിനകത്ത് ഞാൻ പറഞ്ഞു 2 ഇൻപുട്സുകൾ ഉണ്ടാകും. എയും ബി കൊടുക്കുന്ന 2 ഇൻപുട്സുകൾ, അതിൻ്റെ ഔട്ട്പുട്സുകളായിട്ട് ക്യാരി ഉണ്ടാവും, അതുപോലെ തന്നെ സമ്മും ഉണ്ടാവും. ആഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന സമ്മും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വരുന്ന ക്യാരിയും ഉണ്ടാവും. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്കറിയാം അല്ലേ. 0 0 ആണെങ്കിൽ 0 ആയിരിക്കും. പിന്നെ 0 1 ആഡ് ചെയ്യുമ്പോൾ 1 ആണ് വരുന്നത്. 1 0 ആഡ് ചെയ്യുമ്പോൾ 1 വരും. 1 1 ആഡ് ചെയ്യുമ്പോൾ വരുന്നത് 0 1 ആണ്. അപ്പോൾ ഇതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു എക്സോർ ഗേറ്റും അതുപോലെ തന്നെ ഒരു ആൻഡ് ഗേറ്റും ആണ്. എക്സോർ ഗേറ്റ് ഉപയോഗിച്ച് നമുക്കറിയാം എക്സോർ ഗേറ്റിൻ്റെ എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടി എന്നുള്ളത്. എക്സോർ ഗേറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ട്രൂത്ത് ടേബിളിനകത്ത് എസ് എന്നുള്ള കോളം ഫില്ല് ചെയ്യാൻ പറ്റും അല്ലേ. 0 0 വരുമ്പോൾ എക്സോർ ഗേറ്റിൽ 0 ആയിരിക്കും. 0 1 വരുമ്പോൾ 1 ആയിരിക്കും. 1 0 വരുമ്പോൾ 1 ആയിരിക്കും. 1 1 വന്നാലും എക്സോർ ഗേറ്റിൽ എന്താവും, 0 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ എസ് എന്നുള്ള ആ കോളം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എക്സോർ ഗേറ്റ് വെച്ചിട്ട്. ഇനി അടുത്തത് ക്യാരീൻ്റെ കേസിൽ എന്താ വരിക, 0 0 ആണെങ്കിൽ ക്യാരി 0 വരും. അതുപോലെ തന്നെ 0 1 ആണെങ്കിലും ക്യാരി 0 ആണ്. 1 0 ആണെങ്കിലും ക്യാരി 0 ആണ്. 1 1 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 1 വരണം. അപ്പോൾ അത് നമ്മൾ എന്തൊരു ആൻഡ് ഗേറ്റ് ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ ഹാഫ് ആർഡർ എന്ന് പറഞ്ഞാൽ ഒരു എക്സോർ ഗേറ്റും അതുപോലെ തന്നെ ഒരു ആൻഡ് ഗേറ്റും ആണ്. മനസ്സിലായിട്ടുണ്ടോ? ഒരു എക്സോർ ഗേറ്റും ആൻഡ് ഗേറ്റും. എക്സോർ ഗേറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ സമ്മ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആൻഡ് ഗേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ക്യാരി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഹാഫ് ആർഡർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു എക്സോർ ഗേറ്റും ഉണ്ടാവും, പിന്നെ ഒരു ആൻഡ് ഗേറ്റും ഉണ്ടാവും. ഇനി ക്യാരി പ്രൊപ്പഗേഷൻ ഒക്കേഴ്സ് വെൻ ദ ഇൻപുട്ട് ക്യാരി ഈസ് റിപ്പിൾ ടു ബിക്കം ദി ഔട്ട്പുട്ട് ക്യാരി. ക്യാരി പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലോജിക് സർക്യൂട്ടിൻ്റെ ക്യാരി അടുത്ത സർക്യൂട്ടിലേക്ക് കൊടുക്കാൻ പറ്റുക. അതാണ് ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ക്യാരി പ്രൊപ്പഗേഷൻ അതാണ്. അപ്പോൾ അതങ്ങനെ മാറി മാറി ഒരു ക്യാരി അടുത്തതിലേക്ക് സർക്യൂട്ടിലേക്ക്, അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതിന് ക്യാരി ഉണ്ടെങ്കിൽ അടുത്ത സർക്യൂട്ടിലേക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നൊരു ഫെസിലിറ്റിയാണിത്. പക്ഷേ അത് ഹാഫ് ആർഡറിൻ്റെ കേസിൽ അത് പോസിബിൾ അല്ല. കാരണം ഹാഫ് ആർഡർ 2 ഇൻപുട്സിന് മാത്രമേ സ്വീകരിക്കുള്ളൂ, എയും ബിയും. അത് തൊട്ട് മുന്നുള്ള സർക്യൂട്ടിൻ്റെ ക്യാരി റിസീവ് ചെയ്യാനുള്ളൊരു ഓപ്ഷന് ഹാഫ് ആർഡറിനകത്ത് ഇല്ല. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഫുൾ ആർഡർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ക്യാരി പ്രൊപ്പഗേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എയും ബിയും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് അല്ല, ക്യാരി ആണ് എന്ത് നമ്മുടെ CP, അതായത് ക്യാരി പ്രൊപ്പഗേഷൻ. അപ്പോൾ നമ്മുടെ ഈ ഹാഫ് ആർഡർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ. ഹാഫ് ആർഡർ എന്ന് പറഞ്ഞാൽ 2 ബൈനറി ഇൻപുട്സുകൾ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലോജിക് സർക്യൂട്ടാണ്. 2 സിംഗിൾ ബിറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് ഡിസൈൻ ചെയ്യാനുള്ള ലോജിക് സർക്യൂട്ട് എന്ന് പറഞ്ഞു. അതിനകത്ത് ഉപയോഗിക്കുന്നത് 2 ഗേറ്റുകളാണ്. ഒന്ന് എക്സോർ ഗേറ്റും ആൻഡ് ഗേറ്റും. ഇനി ഞാൻ പറഞ്ഞു ക്യാരി. ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇവിടെ ക്യാരി ഉണ്ടല്ലേ. ക്യാരി ഉണ്ടെങ്കിൽ അടുത്ത ഒരു സർക്യൂട്ടിലേക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഈ ഹാഫ് ആർഡറിനകത്ത് ഇല്ല. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഫുൾ ആർഡർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞു ഹാഫ് ആർഡറിനകത്ത് ഫെസിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ ഫുൾ ആർഡർ the circuit we can add carry in bit along with the 2 binary numbers. 2 ഇൻപുട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തൊട്ട് മുന്നുള്ള സർക്യൂട്ടിൻ്റെ ക്യാരിയും കൂടി നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫുൾ ആർഡർ സർക്യൂട്ടിനകത്ത് എന്തുണ്ടാവും, 3 ഇൻപുട്ടുകൾ ഉണ്ടാവും, എയും ബിയും അതുപോലെ തന്നെ തൊട്ട് മുന്നുള്ള സർക്യൂട്ടിൻ്റെ ക്യാരിയും ഉണ്ടാവും. മനസ്സിലായി? അപ്പോൾ അതാണെന്ത് നമ്മുടെ ഫുൾ ആഡർ.
half order circuit has a major drawback that we do not have the scope to provide carry in bit for addition. നമ്മൾ ഡിസ്കസ് ചെയ്തു. So in case of full order circuit, we have 3 inputs A, B and carry in, and we will get the final output. രണ്ട് ഔട്ട്പുട്ട് ഉണ്ടാവില്ലേ, എന്തൊക്കെയുണ്ടാവും, സം ഉണ്ടാവും, അതുപോലെ തന്നെ ക്യാരി ഔട്ട് ഉണ്ടാവും. അതാണ് A പ്ലസ് B പ്ലസ് ക്യാരി ഇൻ ഈക്വൽ ടു സം ആൻഡ് ക്യാരി ഔട്ട്. ഇതാണ് നമ്മളതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. എ ബി രണ്ട് ഇൻപുട്ടുകളുണ്ട്, ക്യാരി എന്ന ഒരു മറ്റൊരു ഇൻപുട്ടുണ്ട് ക്യാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ സർക്യൂട്ടിൻ്റെ തൊട്ട് മുന്നുള്ള സർക്യൂട്ടിൻ്റെ ക്യാരി എന്താണോ അത് ഇതിലേക്ക് കൊടുക്കും അല്ലേ. ഇനി ഈ സർക്യൂട്ടിൻ്റെ ക്യാരി എന്ത് ചെയ്യും, തൊട്ടടുത്ത സർക്യൂട്ടിനകത്തേക്ക് കൊടുക്കും. ഇതിൻ്റെ ക്യാരി ഔട്ടായിരിക്കും. ഇതിന് ശേഷം വരുന്ന സർക്യൂട്ടിൻ്റെ ക്യാരി ഇന്ന്. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇനി ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നമ്മൾ ഫുൾ ആർഡറാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം മാത്സിൽ നമുക്കറിയാം രണ്ട് ഹാഫ് കൂട്ടി കഴിഞ്ഞാൽ ഒരു ഫുൾ ഉണ്ടാവും അല്ലേ. അതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫുൾ ആർഡർ സർക്യൂട്ട് നമുക്ക് രണ്ട് ഹാഫ് ആർഡർ സർക്യൂട്ടുകളെ ആഡ് ചെയ്താൽ നമുക്കൊരു ഫുൾ ആർഡർ സർക്യൂട്ട് കിട്ടും. അപ്പോൾ എന്തായിരിക്കും ഗേറ്റ് എങ്ങനെ വരിക, നമുക്ക് ഡിസൈൻ ചെയ്യാം. നമുക്കറിയാം ഹാഫ് ആർഡറിൻ്റെ ഗേറ്റ് നമുക്കറിയാം ഒരു എക്സോറും ഒരു ആൻഡും കൂട്ടിക്കഴിഞ്ഞാൽ ഹാഫ് ആർഡർ കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ രണ്ട് എക്സോറും രണ്ട് ആൻഡും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒരു ഫുൾ ആർഡർ കിട്ടും അല്ലേ. രണ്ട് എക്സോറും രണ്ട് ആൻഡും കൂട്ടണം അല്ലേ. അപ്പോൾ കൂട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് ഗേറ്റ് ഉപയോഗിക്കുക, ഓർ ഗേറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് എക്സോർ ഗേറ്റുകളും രണ്ട് ആൻഡ് ഗേറ്റുകളും ഒരു ഓർ ഗേറ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫുൾ ആർഡർ കിട്ടും. നോക്കാം നമുക്ക്. ഇതാണ് ഫുൾ ആർഡറിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. ഒന്നുകൂടി നമുക്ക് മനസ്സിലാവും. എ ബി ഇൻപുട്ട് കൊടുത്തു സ്റ്റാർട്ടിങ്ങിൽ അല്ലേ, അതിൻ്റെ ക്യാരി ഔട്ട് കൊടുത്തു. അതുപോലെ തന്നെ മറ്റൊരു ഹാഫ് ആർഡറാണ് എയും ബിയും അല്ലേ, അതിൻ്റെ അതിൽ എന്തുണ്ടാവും, ക്യാരി ഉണ്ടാവും. ഈ രണ്ട് സർക്യൂട്ട് ഹാഫ് ആർഡറുകളുടെയും ക്യാരികൾ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അതാണ് അടുത്ത ക്യാരിയിലേക്ക് പാസ് ചെയ്യുന്നത് അല്ലേ. അത് രണ്ടും ആഡ് ചെയ്തു നമ്മൾ. അങ്ങനെ ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഫുൾ ആർഡർ ഡിസൈൻ ചെയ്തത്. മനസ്സിലായിട്ടുണ്ടാവും. എയും ബിയിലെ ക്യാരി എടുത്തു, അതുപോലെ തന്നെ രണ്ടാമത്തെ ഹാഫ് ആർഡറിൻ്റെ ക്യാരി എടുത്തു, രണ്ടും നമ്മൾ ആഡ് ചെയ്തു, ഓർ ഗേറ്റ് വെച്ച് ആഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഒന്നാമത്തേൻ്റെ സമ്മ് അടുത്തതിലേക്ക് പാസ് ചെയ്തു, അതിൻ്റെ സമ്മ് എടുത്തിട്ട് അടുത്ത ഗേറ്റിലേക്കാണ് പാസ് ചെയ്ത് പോകും. ക്യാരി ഇതേ രൂപത്തിലും നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ നമ്മളൊരു ഫുൾ ആർഡർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. The full order circuit construction, two half order circuit add together with a OR gate. The first half order circuit is on the left side. We give two single bit binary input A and B. It will produce two outputs, sum and carry out. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണത്. വേർഡിങ്സിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നമുക്കതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. എന്തായിരിക്കും വരിക എന്നല്ലേ. ക്യാരി ഇന്നുണ്ട്, 3 ഇൻപുട്ട് ഉണ്ട്. ക്യാരി ഇന്നുണ്ട്, ഇൻപുട്ട് എ ഉണ്ട്, ഇൻപുട്ട് ബി ഉണ്ട്. റിസൾട്ട് വരുന്നത് സമ്മും ക്യാരി ഔട്ടും അല്ലേ. ജസ്റ്റ് നോക്കിയാൽ മതി. A 0 0 0 3 ഇൻപുട്ടുകൾ കൂട്ടുമ്പോൾ 0 കിട്ടും. അതുപോലെ തന്നെ സമ്മിൻ്റെ കേസിലൊക്കെ സം ചെയ്താൽ മതി. ക്യാരി വരുന്ന സമയത്ത് ക്യാരി അവിടെ ഓക്കർ ചെയ്യും അല്ലേ. ട്രൂത്ത് ടേബിൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കറിയാലോ. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്ക് എങ്ങനെയാണ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാമെന്ന്, ഗേറ്റ്സ് വെച്ച് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞു രണ്ട് ഹാഫ് ആർഡറാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കൂ, ഒരു എക്സോർ ഗേറ്റും ഒരു ആൻഡ് ഗേറ്റും. അപ്പോൾ എന്തായി, ഒരു ഓർ ഗേറ്റായി, ഒരു ഹാഫ് ആർഡറായി. അടുത്തത് തൊട്ട് മുന്നേ തന്നെ എന്തുണ്ട്, മറ്റൊരു എക്സോർ ഗേറ്റും ഒരു ആൻഡ് ഗേറ്റും. അപ്പോൾ എന്തായി, രണ്ടാമത്തെ ഹാഫ് ആർഡറായി. ഇനി രണ്ട് ഹാഫ് ആർഡറുകളുടെയും ക്യാരി വരുന്നുണ്ട് അല്ലേ. ക്യാരി വരുന്ന അതിൽ ഉപയോഗിച്ചാണ്, ആൻഡ് ഗേറ്റ് ഉപയോഗിച്ചാണ് ക്യാരി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് ആൻഡ് ഗേറ്റിൻ്റെയും റിസൾട്ട് കൊടുക്കുന്നത് ഒരു ഓർ ഗേറ്റിലേക്കാണ്. മനസ്സിലായില്ലേ. അപ്പോൾ രണ്ടിലും വരുന്ന ആൻഡ് ഗേറ്റിൻ്റെ റിസൾട്ടുകൾ 0 0 1 ആണെങ്കിൽ ഒന്നിലെ ക്യാരി 0 മറ്റിലെ ക്യാരി 1 ആണെങ്കിൽ ഓർ ഗേറ്റ് എന്താക്കും, അതിനെ ഓർ ചെയ്യും അല്ലേ. അപ്പോൾ 1 വരും. അങ്ങനെ രണ്ട് ക്യാരികളെയും ആഡ് ചെയ്തിട്ട് നമുക്ക് ക്യാരി ഔട്ട് കിട്ടും. ഇതാണൊരു ഫുൾ ആർഡർ. വളരെ സിമ്പിളാണ്, എനിക്ക് മനസ്സിലാവും അല്ലേ. രണ്ട് ഹാഫ് ആർഡർ, ഒരു ഹാഫ് ആർഡർ എന്ന് പറഞ്ഞാൽ ഒരു എക്സോർ ഗേറ്റും ആൻഡ് ഗേറ്റുമാണ്. അപ്പോൾ അങ്ങനെ രണ്ട് ഹാഫ് ആർഡറുകൾ സം ചെയ്യാം. അത് രണ്ട് ഹാഫ് ഓർഡർ വരക്കല്ലേ, ഒരു എക്സോർ ഗേറ്റും ആൻഡ് ഗേറ്റും. എക്സോർ ഗേറ്റിലൂടെ അതിൻ്റെ സമ്മ് കിട്ടും, ആൻഡ് ഗേറ്റിലൂടെ ക്യാരി കിട്ടും. അങ്ങനെ രണ്ട് ഹാഫ് ഓർഡറുകളിൽ നിന്ന് നേരെ വരക്കുന്നു. ഇനി
ഒന്നാമത്തെ ഹാഫ് ഓർഡറിൻ്റെ ക്യാരി എന്ത് ചെയ്യുക, അതും രണ്ടാമത്തെ ഹാഫ് ഓർഡറിൻ്റെ ക്യാരിയും കൂടി ഒരു ഓർ ഗേറ്റിലേക്ക് കൊടുക്കുന്നു. ഓർ ഗേറ്റ് രണ്ടും കൂടിയും ആഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ക്യാരി ഔട്ട് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഫുൾ ഓർഡർ. ഈ ഹാഫ് ഓർഡറും ഫുൾ ഓർഡറും എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ശരിക്കും മനസ്സിലാക്കിയിട്ട് പഠിക്കണം. വളരെ സിമ്പിളാണ് കേട്ടോ. നോക്കിയാൽ മതി. ഇത് ജസ്റ്റ് മറ്റൊരു ഡിസൈനാണ്. ഇത് എക്സാമിന് നിങ്ങൾ ഇതാണ് വരക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്ന് ഇത്ര മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.